നമ്മളിനി പഠിക്കാൻ പോകുന്നത് 8051 മൈക്രോ കൺട്രോളറിന്റെ ഇന്റേണൽ റാം ഓർഗനൈസേഷനെ പറ്റിയിട്ടാണ്. നമുക്കറിയാം പ്രോഗ്രാം മെമ്മറി എന്ന് പറയുന്നത് റോമാണ് 8051ന്റെ കേസിൽ. അപ്പോൾ ഡാറ്റ മെമ്മറി എന്ന് പറയുന്നത് എന്തായിരിക്കും? റാം ആയിരിക്കും. അപ്പോൾ ഡാറ്റ മെമ്മറി ഓഫ് 8051 അതാണ് അതിന്റെ റാം എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ഡാറ്റ മെമ്മറിനെ പറ്റിയിട്ട് പഠിക്കാം. ഇന്റേണൽ റാം ഓഫ് 8051 മൈക്രോ കൺട്രോളർ IC. നമുക്കറിയാം 8051 മൈക്രോ കൺട്രോളറിന്റെ ഇന്റേണൽ റാമിന്റെ സൈസ് 128 ബൈറ്റ് ആണ്. ഈ ടോട്ടൽ 128 ബൈറ്റ്സ് ആർ ബൈസെക്റ്റഡ് ഇൻ ടു 3 റീജിയൻസ്. മൂന്നായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ആദ്യത്തെ റീജിയൻ എന്ന് പറയുന്നത് രജിസ്റ്റർ ബാങ്ക് റീജിയൻ ആണ്. രണ്ടാമത്തത് ബിറ്റ് അഡ്രസ്ബിൾ ഏരിയ ആണ്. മൂന്നാമത്തത് ജനറൽ പർപ്പസ് സ്ക്രാച്ച് പാഡ് റാം ആണ്. ഇങ്ങനെ 3 റീജിയൻസ് ആയിട്ടാണ് ഇന്റേണൽ റാമിലെ 128 ബൈറ്റും ഡിവൈഡ് ചെയ്യുന്നത്. ഫസ്റ്റ് വൺ രജിസ്റ്റർ ബാങ്ക് റീജിയൻ, സെക്കൻഡ് ഇസ് ബിറ്റ് അഡ്രസ്ബിൾ ഏരിയ, തേർഡ് ഈസ് ജനറൽ പർപ്പസ് ഓർ സ്ക്രാച്ച് പാഡ് റാം എന്ന് നമുക്ക് പറയാം. ഇതിൽ ആദ്യം തന്നെ നമുക്ക് ഫസ്റ്റ് സെക്ഷൻ നോക്കാം. രജിസ്റ്റർ ബാങ്ക് റീജിയൻ എങ്ങനെയാണ് 8051 മൈക്രോ കൺട്രോളറിന്റെ റാമിൽ നമ്മൾ യൂസ് ചെയ്തിരിക്കുന്നത്, അതിന്റെ സ്ട്രക്ചർ എന്താണ്, എങ്ങനെയാണ് കാര്യങ്ങൾ എന്ന് നോക്കാം. 8051 മൈക്രോ കൺട്രോളറിന്റെ രജിസ്റ്റർ ബാങ്കിനെ പറ്റിയിട്ടാണ് പറയാൻ പോകുന്നത്. 4 രജിസ്റ്റർ ബാങ്കുകളാണ് ഉള്ളത്. എത്ര? 4 രജിസ്റ്റർ ബാങ്ക് ആണ് ആർക്കുള്ളത്? 8051 മൈക്രോ കൺട്രോളറിന്റെ ഇന്റേണൽ റാമിന്റെ ഉള്ളിൽ ഉണ്ടാവുക. അതെന്ന് പറയുന്നത് ബാങ്ക് 0, ബാങ്ക് 1, ബാങ്ക് 2, ബാങ്ക് 3 ഇങ്ങനെ 4 ബാങ്ക് ആയിട്ടാണ് ടോട്ടൽ രജിസ്റ്റർ ബാങ്ക്സിനെ നമ്മൾ ഡിവൈഡ് ചെയ്തിരുന്നത്. അപ്പൊ ഫസ്റ്റത്തെ ഒരു ഡിവിഷൻ നമ്മൾ പറഞ്ഞു അല്ലെ, രജിസ്റ്റർ ബാങ്കുകളാണ്. രജിസ്റ്റർ ബാങ്ക് എങ്ങനെ ടോട്ടൽ എത്ര ബാങ്കുകളുണ്ട്? 4 രജിസ്റ്റർ ബാങ്കുകളാണ് ഉള്ളത്. 4 രജിസ്റ്റർ ബാങ്കുകൾ ഏതൊക്കെയാണ്? ബാങ്ക് 0, ബാങ്ക് 1, ബാങ്ക് 2, ബാങ്ക് 3. ഈ ഓരോ ബാങ്കുകളിലും 8 രജിസ്റ്റേഴ്സ് വെച്ചിട്ടുണ്ട്. R0 തൊട്ട് R7 വരെ. ഇപ്പൊ 0 to 7 എത്രയായി ടോട്ടല്? 8 രജിസ്റ്റേഴ്സ്. ഒരു ബാങ്കിന്റെ ഉള്ളില് 8 രജിസ്റ്റേഴ്സ്. അതുപോലെ ബാങ്ക് 1ന്റെ ഉള്ളില് 8 രജിസ്റ്റേഴ്സ് ഉണ്ടാവും. ബാങ്ക് 2ന്റെ ഉള്ളില് 8 രജിസ്റ്റേഴ്സ് ഉണ്ടാവും. ബാങ്ക് 3യുടെ ഉള്ളില് 8 രജിസ്റ്റേഴ്സ് ഉണ്ടായിരിക്കും. അപ്പൊ നമ്മളൊരു പ്രോഗ്രാം എഴുതുമ്പോൾ ഇതിൽ ഏത് ബാങ്കിലത്തെ രജിസ്റ്റേഴ്സ് ആണ് നമ്മൾ യൂസ് ചെയ്യണേന്നുള്ളത് ആ രജിസ്റ്റേഴ്സ് യൂസ് ചെയ്യുന്നതിന് മുമ്പ് തന്നെ നമ്മൾ പറഞ്ഞു കൊടുക്കണം. അപ്പോൾ ഒരു എക്സാമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ സപ്പോസ് ഇതിനെ നമ്മളെ സഹായിക്കുന്നത്, പ്രോഗ്രാം എഴുതുമ്പോൾ സഹായിക്കുന്നത് ഇന്ന ബാങ്ക് ആണ്, ഇന്റേണൽ റാമിലെ ഇന്ന ബാങ്ക് ആണ്. അപ്പൊ ബാങ്ക് 1 ആണ്, അല്ലെങ്കിൽ ബാങ്ക് 2 ആണ്, അല്ലെങ്കിൽ ബാങ്ക് 0 പോലത്തെ രജിസ്റ്റർ ആണ് ഞാൻ യൂസ് ചെയ്യാൻ പോകുന്നത് എന്ന് നമ്മൾ ഇൻസ്ട്രക്ഷനിൽ പറഞ്ഞു കൊടുക്കുന്നത് PSW എന്ന് പറയുന്ന രജിസ്റ്ററിന്റെ സഹായത്തോട് കൂടിയിട്ടാണ്. PSW രജിസ്റ്റർ എന്ന് പറയുന്നത് നമുക്കറിയാം പ്രോഗ്രാം സ്റ്റാറ്റസ് വേർഡ് രജിസ്റ്റർ ആണ്. Okay, the selection of register bank can be done by 2 bits of PSW register. That is PSW3 and PSW4 എന്ന് പറയുന്ന 2 ബിറ്റ് വെച്ചിട്ടാണ് നമ്മൾ ഏത് ബാങ്ക് ആണ് ഇവിടെ സെലക്ട് ചെയ്യാൻ പോകുന്നത് എന്ന് നോക്കാം. അപ്പൊ നമുക്ക് ഇതാണ് PSW രജിസ്റ്റർ, പ്രോഗ്രാം സ്റ്റാറ്റസ് വേർഡ് രജിസ്റ്റർ ഓഫ് 8051 മൈക്രോ കൺട്രോളർ എന്ന് പറയുന്നത്. നേരത്തെ പറഞ്ഞ 2 ബിറ്റ് ഇതാണ്. ഒന്ന് PSW3ഉം PSW4ഉം. ഇത് RS0, RS1 എന്ന് പറയും. RS0 എന്ന് വെച്ചാൽ രജിസ്റ്റർ ബാങ്ക് സെലക്ട് ബിറ്റ് 0, RS1 എന്ന് വെച്ചാൽ രജിസ്റ്റർ ബാങ്ക് സെലക്ട് ബിറ്റ് 1 ആണ്. ഇവിടെ നമ്മൾ 00 ആണ് RS1 RS0യിലേക്ക് മൂവ് ചെയ്യണ വെച്ചിട്ടുണ്ടെങ്കിൽ ബാങ്ക് 0 സെലക്ട് ആവും. 01 ആണ് മൂവ് ചെയ്യണ വെച്ചിട്ടുണ്ടെങ്കിൽ എന്ത് സെലക്ട് ആവും? ബാങ്ക് 1 സെലക്ട് ആവും. RS1ല് 1ഉം RS0യില് 0ഉം വരികയാണെങ്കിൽ ബാങ്ക് 2 സെലക്ട് ആവും. 1 വരികയാണെങ്കിൽ ബാങ്ക് 3 സെലക്റ്റഡ് ആയിരിക്കും. മനസ്സിലായല്ലോ? അപ്പൊ ഈ 2 ബിറ്റിന്റെ ഹെൽപ്പോട് കൂടിയിട്ടാണ് നമ്മൾ എന്ത് സെലക്ട് ചെയ്യുന്നത്? ബാങ്ക് സെലക്ട് ചെയ്യുന്നത്. അപ്പോൾ നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. ഇവിടെ ക്ലിയർ PSW4 എന്ന് വെച്ചാൽ PSW4 എന്നുള്ള ബിറ്റ് 0 ആവും. സെറ്റ് ബി PSW3. PSW3 എന്ന് പറയുന്നത് എന്താവും? അത് സെറ്റ് ആവും, എന്ന് വെച്ചാൽ 1 ആവും. ഇനി ഇവിടെ നോക്കാം. PSW3 സെറ്റായി, PSW4 ക്ലിയർ ആയി അല്ലെ? PSW4 ക്ലിയർ ആയി. ഈ ഒരു ഓപ്ഷൻ എവിടെയാണ് വരുന്നത്? RS1ലേക്ക് 0യും PSW3 1ഉം ആവുന്നത് കേസ് 01 അല്ലെ? ഇവിടെ 01 വരുന്ന സമയത്ത് സെലക്റ്റഡ് ആവുന്ന ഏത് ബാങ്കാണ്? ബാങ്ക് 1 ഈസ് സെലക്റ്റഡ്. നമുക്കിവിടെ നോക്കാം. ഈ ഒരു നമ്മൾ ഇൻസ്ട്രക്ഷനിൽ പ്രോഗ്രാം എഴുതുന്ന സമയത്ത് ഇങ്ങനെ 2 ഇൻസ്ട്രക്ഷൻ വഴി ഓരോ ബിറ്റിലേക്കും ഞാൻ മൂവ് ചെയ്തു. PSW4 0 ആക്കി, PSW3 1 ആക്കി സെറ്റ് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ എന്ത് സെലക്ട് ആയി? ബാങ്ക് 1 ഈസ് സെലക്റ്റഡ്. ബാങ്ക് 1ലത്തെ രജിസ്റ്റേഴ്സ് ആണ് ഞാൻ യൂസ് ചെയ്യാൻ പോണേന്ന് മുമ്പേ തന്നെ പ്രോഗ്രാമിന് പറഞ്ഞു കൊടുത്തു. ഇനി ബാങ്ക് 1 നമുക്കിവിടെ നോക്കിക്കഴിഞ്ഞാൽ അറിയാം മൊത്തം 32 ബൈറ്റാണ് രജിസ്റ്റർ ബാങ്കിന് വേണ്ടിയിട്ട് അലൊക്കേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. അപ്പൊ ആദ്യത്തെ ബാങ്ക് 0ന് അഡ്രസ്, ഡിഫോൾട്ട് അഡ്രസ് എന്ന് പറയുന്നത് 00H207FH വരെയാണ്.
ബാങ്ക് 1 എന്ന് പറയുന്നത് 08H to 0FH വരെയാണ്. ബാങ്ക് 2ന്റെ ഡിഫോൾട്ട് അഡ്രസ് എന്ന് പറയുന്നത് 10H to 17H ആണ്. ബാങ്ക് 3യുടെ എന്ന് പറയുന്നത് 18H to 1FH ആണ് അവരുടെ അഡ്രസ് ലൊക്കേഷൻസ് എന്ന് പറയുന്നത്. അപ്പോൾ റാം അഡ്രസ് 00H to 1FH ഹോൾസ് 4 രജിസ്റ്റർ ബാങ്ക്സ്. നമുക്കറിയാം അല്ലെ, ടോട്ടൽ രജിസ്റ്റർ ബാങ്ക്സ് ഇരിക്കുന്നത് ഏത് അഡ്രസ്സിനുള്ളിലാണ്? 00H തൊട്ടിട്ട് 1FH എന്നുള്ള റേഞ്ചിനുള്ളിലാണ് നമ്മുടെ ആകെ മൊത്തമുള്ള 4 രജിസ്റ്റർ ബാങ്കും അലൊക്കേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഇനി അടുത്ത് നോക്കൂ, മൂവ് A,R0. ഇതിന്റെ അർത്ഥം എന്താണ്? ഇവിടെ ഓൾറെഡി നമ്മൾ ഏത് ബാങ്കാണ് സെലക്ട് ചെയ്തത്? R0 എന്ന് പറയുന്നത് എല്ലാ ബാങ്കിലും ഉണ്ട്. ബാങ്ക് 0, ബാങ്ക് 1, ബാങ്ക് 2, ബാങ്ക് 3 എല്ലാ ബാങ്കിലും ഉണ്ട്. ഏത് R0യുടെ കാര്യമായിരിക്കും ഉദ്ദേശിച്ചിട്ടുണ്ടായിരിക്കുന്നത്? നമ്മളിവിടെ ഉദ്ദേശിച്ച ഏത് ബാങ്കാന്നുള്ളത് തൊട്ട് മുമ്പത്തെ ഇൻസ്ട്രക്ഷനിൽ പറഞ്ഞു കൊടുത്തു കഴിഞ്ഞു. ഏത് ബാങ്കായിരുന്നു നമ്മൾ യൂസ് ചെയ്തിരുന്നത്? മുമ്പ് പറഞ്ഞ 2 ഇൻസ്ട്രക്ഷൻ വെച്ചിട്ട് നമ്മളിവിടെ ബാങ്ക് 1 സെലക്ട് ചെയ്തു. ബാങ്ക് 1ലെ R0 ആണ് ഇനി മൂവ് ചെയ്യാൻ പറയുന്നത്. ഓൾറെഡി ഈ 2 ഇൻസ്ട്രക്ഷന്റെ അർത്ഥം ബാങ്ക് 1 ആണ്. പിന്നെ മൂവ് A,R0 എന്ന് പറയുമ്പോൾ എന്തർത്ഥം മനസ്സിലായി? ബാങ്ക് 1ലത്തെ R0 എന്നുള്ള രജിസ്റ്ററിന്റെ കണ്ടന്റ് എന്താണോ അത് നമ്മൾ അക്യുമുലേറ്റർ രജിസ്റ്ററിലേക്ക് മൂവ് ചെയ്ത് വെക്കണം. അടുത്ത് നോക്കി നോക്കാം, മൂവ് A,08H. ഇവിടെ രജിസ്റ്ററിന്റെ പേരല്ല, R0 എന്നൊക്കെ കൊടുക്കുമ്പോൾ നമുക്ക് ബാങ്ക് സെലക്ട് ചെയ്ത് കൊടുക്കണം അല്ലേ. ഈ ബാങ്ക് സെലക്ഷൻ ഇല്ലാണ്ട് 08H നമ്മൾ ഡയറക്റ്റ്ലി കൊടുത്തു കഴിഞ്ഞാൽ എന്ത് മനസ്സിലാക്കും? ഡീഫോൾട്ട് ആയിട്ട് 08H എന്നുള്ള ലൊക്കേഷൻ ആർക്ക് വേണ്ടിയിട്ടുള്ളതാണ്? ഒരു ബാങ്കിനും സെപ്പറേറ്റ് എടുത്ത് പറയാൻ പറ്റില്ല അല്ലെ. ബാങ്ക് 1ന്റെ മാത്രം അഡ്രസ്സാണ് 08H എന്ന് പറയുന്നത്. 08H എന്ന് പറഞ്ഞാൽ ഓൾറെഡി നമ്മുടെ കൺട്രോളാണ് അറിയാം അതെന്താണ്, ബാങ്ക് 1ന്റെ R0 രജിസ്റ്റർ ആണ് എന്നറിയാം. അപ്പം മൂവ് A,08H എന്ന് വെച്ചാൽ എന്താണ്? എഗെയിൻ ബാങ്ക് 1ലത്തെ R0 രജിസ്റ്ററിന്റെ കണ്ടന്റ് എന്താണോ അത് അക്യുമുലേറ്റർ രജിസ്റ്ററിലോട്ട് കോപ്പി ചെയ്യപ്പെട്ടു. കാരണം 08H എന്നുള്ള അഡ്രസ് ലൊക്കേഷൻ കിടക്കുന്നത് രജിസ്റ്റർ R0യുടെ അഡ്രസ് ലൊക്കേഷൻ ആണ്. ഈ R0 രജിസ്റ്ററിന്റെ ഉള്ളിൽ എന്താണ് ഉണ്ടാവുക? കണ്ടന്റ് എടുത്തിട്ട് എങ്ങോട്ട് മൂവ് ചെയ്തിട്ടുണ്ടാവും? നമ്മുടെ അക്യുമുലേറ്റർ രജിസ്റ്ററിലോട്ട് മൂവ് ചെയ്യപ്പെടും. രണ്ടാമത്തെ സെക്ഷൻ എന്ന് പറയുന്നത് നമ്മൾ പഠിച്ചിട്ടുണ്ട് ബിറ്റ് അഡ്രസ്സബിൾ ഏരിയ ആണ്. ബിറ്റ് അഡ്രസ്സബിൾ ഏരിയ ഇന്റേണൽ റാം. നമുക്ക് നോക്കി നോക്കാം ബിറ്റ് അഡ്രസ്സബിൾ ഏരിയ എങ്ങനെയായിരിക്കും ഉണ്ടാവുക. നമ്മളിപ്പോൾ 4 രജിസ്റ്റർ ബാങ്ക് പറഞ്ഞു. ഈ രജിസ്റ്റർ ബാങ്കിന്റെ അടുത്ത് വരുന്നതാണ് ബിറ്റ് അഡ്രസ്സബിൾ ഏരിയ. എന്ന് വെച്ചാൽ 20H തൊട്ടിട്ട് 2FH വരെയുള്ള എല്ലാ ലൊക്കേഷനിലും ഓരോ ബൈറ്റ് വൈസും നമുക്ക് അഡ്രസ് ചെയ്യാം, ബിറ്റ് വൈസും നമുക്ക് വാല്യൂ ഇതിലേക്ക് മൂവ് ചെയ്യാൻ പറ്റും. അപ്പോൾ 20H എന്ന് പറയുന്നത് ഒരു 8 ബിറ്റാണല്ലേ, 00, 01 അങ്ങനെ 07 വരെ 8 ബിറ്റാണ്. 20Hലേക്ക് മൊത്തത്തിൽ നമുക്ക് ഡാറ്റ മൂവ് ചെയ്യാം. അപ്പോൾ അത് ബൈറ്റ് ആയിട്ടുള്ള മൂവ്മെന്റ് ആവും. ഇനി വേണമെങ്കിൽ എനിക്ക് ബിറ്റ് വൈസ് മൂവ് ചെയ്യാം. 20Hലുള്ള ഈ 01, 00 എന്നുള്ള പൊസിഷനിൽ മാത്രം ബിറ്റ് എനിക്ക് 1 ആക്കാം, 0 ആക്കാം. അല്ല എനിക്ക് ഇവിടുത്തെ 0E എന്നുള്ള ബിറ്റിന് ഇത് 21Hലേക്ക് 08 തൊട്ടിട്ട് 0F വരെയുള്ള ആ ബിറ്റ് എന്തിൽ വരും? 21Hൽ വരും. അങ്ങനെ 78 തൊട്ടിട്ട് 7F വരെയുള്ള ബിറ്റുകൾ ഏതിൽ വരും? 2FHൽ വരും. ആ ഒരു 2FH എന്നുള്ള ബൈറ്റിൽ വരുന്നതാണ് ഇത്രയും ബിറ്റുകൾ 78 തൊട്ടിട്ട് 7FH വരെ. അപ്പോൾ നമുക്കിതിൽ എനിക്ക് വേണമെങ്കിൽ ബൈറ്റിലേക്ക് എൻ്റെയർ ബൈറ്റിലേക്ക് ഡാറ്റ മൂവ് ചെയ്യാം, അല്ലെങ്കിൽ ഈ ബൈറ്റിലെ ഏതെങ്കിലും ഒരു സിംഗിൾ ബിറ്റിലേക്കും എനിക്ക് ഡാറ്റ ക്ലിയർ ചെയ്യാനോ മൂവ് ചെയ്യാനോ സെറ്റ് ചെയ്യാനോ ഒക്കെ സാധിക്കും. അതെങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. പേര് പറയാൻ പോലെ തന്നെ 8051 മൈക്രോ കൺട്രോളർ ബിറ്റ് അഡ്രസ്സബിൾ ഏരിയ ഇൻ റാം. നമുക്ക് റാമിൽ ചില ലൊക്കേഷൻസ് ബിറ്റ് അഡ്രസ്സബിൾ ആയിട്ടുണ്ട്. ആ ലൊക്കേഷൻസിലേക്ക് എങ്ങനെ ഡാറ്റ മൂവ് ചെയ്യാനാണ് നോക്കുന്നത്. അപ്പോൾ എൻറ്റയർലി എത്ര ബൈറ്റ് ആണ് ബിറ്റ് അഡ്രസ്സബിൾ ആയിട്ടുള്ളത്? 16 ബൈറ്റ് ഓഫ് റാം, അതായത് 20H അഡ്രസ് ലൊക്കേഷൻ തൊട്ട് 2FH അഡ്രസ് ലൊക്കേഷൻ വരെയുള്ള ആ ഓരോ അഡ്രസ് ലൊക്കേഷനിലും നമുക്ക് ബിറ്റ് വൈസ് അഡ്രസ് ചെയ്യാൻ സാധിക്കും 8051 മൈക്രോ കൺട്രോളറിന്റെ കേസിൽ. 16 ബൈറ്റ് എന്ന് വെച്ചാൽ അപ്പോൾ എത്ര ബിറ്റാണ്? 128 ബിറ്റ്. ഒരു ബൈറ്റ് വെച്ചാൽ 8 ബിറ്റ്, 16 ബൈറ്റ് വെച്ചാൽ 16 × 8 128 ബിറ്റ്. അപ്പോൾ 128 ബിറ്റ് നമുക്ക് ബിറ്റ് അഡ്രസ്സബിൾ ആയിട്ട് അവൈലബിൾ ആണ് 8051 മൈക്രോ കൺട്രോളറിന്റെ കേസിൽ. ദീസ് ബിറ്റ്സ് ആർ അഡ്രസ്ഡ് ആസ് പെർ 00H to 07FH. അങ്ങനെ ഇവിടെ നോക്കൂ, 0001 up to 07 ഇത് 20H വരും. 08 to 0F അടുത്ത 21H വരും. അങ്ങനെ 78 to 7FH വരെ 2FH. അപ്പോൾ തുടങ്ങുന്നത് 00H എന്ന് അവസാനിക്കുന്നത് 7FH എന്ന്. അത്രയും ലൊക്കേഷൻ നമുക്ക് ബിറ്റ് അഡ്രസ്സബിൾ ആയിട്ട് യൂസ് ചെയ്യാൻ സാധിക്കും. These locations can have bit as well as byte wise operations. Bit wise നമുക്ക് മൂവ് ചെയ്യാം. എൻ്റെ 20Hലേക്ക് നമുക്ക് വേണം വാല്യൂ മൂവ് ചെയ്യാം, അല്ലെങ്കിൽ ഇതിലുള്ള ഒരൊറ്റ ബിറ്റിലേക്ക് വേണമെങ്കിൽ വാല്യൂ മൂവ് ചെയ്യേ, ക്ലിയർ ചെയ്യേ, സെറ്റ് ചെയ്യേ, എന്താ വേണ്ടത് ചെയ്യാം നമുക്ക്. എക്സാമ്പിൾ ആണ് സെറ്റ് ബി 7FH എന്ന് വെച്ചാൽ 7F എന്ന് പറയുന്നത് എന്താണ്? 2FH എന്നുള്ള ആ എൻ്റെ ബൈറ്റിലെ MSB ആണല്ലേ 7F എന്നുള്ള ലൊക്കേഷൻ. ഈ
ഈ ഒറ്റ ലൊക്കേഷനിൽ മാത്രം സെറ്റ് ചെയ്യുക എന്ന് വെച്ചാൽ ഇവിടെ മാത്രം 1 വരും, ബാക്കിയെല്ലാം 0 ആയിരിക്കും. അപ്പം സെറ്റ് ബി 7FH. അപ്പോൾ 7FH എന്നുള്ള 2FHൽ അതിൻ്റെ MSB ആയിട്ടുള്ള 7FH മാത്രം 1 ആക്കി സെറ്റ് ചെയ്യുക. അടുത്ത എന്താണ് ക്ലിയർ 08H. അപ്പോൾ ഇതിൽ 08 എന്നുള്ള ലൊക്കേഷൻ 08H എന്നുള്ള ആ ബിറ്റ് ലൊക്കേഷൻ മാത്രം ഇവിടെ അതെന്താണ് 21Hലെ LSB ആണ് അല്ലേ, 21Hലെ LSB ആണ്. ആ ഒരു ബിറ്റ് മാത്രം 1 ആക്കും, സോറി 1 അല്ല, ക്ലിയർ ചെയ്യും, 0 ആക്കും. അടുത്ത് നോക്കൂ മൂവ് 20H, #FFH. ഇവിടെ എന്തെങ്കിലും ഒരു ഡാറ്റയുടെ മുകളിൽ ഹാഷ് വന്നു കഴിഞ്ഞാൽ എന്താ അർത്ഥം? ദാറ്റ് ഈസ് ആൻ ഇമ്മീഡിയറ്റ് ഡാറ്റ അല്ല. ഇവിടെ നേരത്തെ നമ്മൾ പറഞ്ഞു 08H എന്നൊക്കെ പറയുമ്പോൾ അതെന്താണ്, അതിന് വലിയ ഹാഷ് ഒന്നും ഇല്ലെങ്കിൽ അത് ഡാറ്റ അല്ല, അത് അഡ്രസ്സായിട്ട് കണക്കാക്കണം. ഇവിടെ #FFH എന്ന് പറയുമ്പോൾ അത് എന്തായിട്ട് കണക്കാക്കണം? ഡാറ്റയാണ്, ഇമ്മീഡിയറ്റ് ഡാറ്റയാണ് FFH എന്ന് പറയുന്നത്. അത് നേരെ നമ്മൾ 20Hലേക്ക് മുഴുവനായിട്ട് മൂവ് ചെയ്യാണ്. 20H എന്നുള്ള ഈ എൻറ്റയർ ബിറ്റിലേക്ക് FFH മൂവ് ചെയ്യാണ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ എല്ലാ ബിറ്റിലും 1 വരും. FF എന്ന് പറയുമ്പോൾ എന്താണ് 1 1 1 1 1 1 1 1. അപ്പോൾ 20Hലേക്ക് എൻറ്റയർ ആയിട്ട് നമ്മൾ എന്ത് മൂവ് ചെയ്യാണ്? FFH മൂവ് ചെയ്യാണ്. അപ്പം 20Hൽ നമ്മൾ എന്ത് മൂവ് ചെയ്തു? #FFH എന്നുള്ള ഇമ്മീഡിയറ്റ് ഡാറ്റ മൂവ് ചെയ്തപ്പോൾ 20Hൽ മുഴുവൻ 1 വന്നിട്ടുണ്ട്. അപ്പോൾ സെറ്റ് ഓൾ ബിറ്റ്സ് ടു 20H എന്ന് വെച്ചാൽ സെറ്റ് എന്ന് വെച്ചാൽ എല്ലാ 20Hലത്തെ എല്ലാ ബിറ്റും 1 ആയി സെറ്റ് ചെയ്തു. അടുത്ത അപ്പോൾ നമ്മളിപ്പോൾ ആദ്യം പറഞ്ഞു ഫസ്റ്റ് പാർട്ട് എന്ന് പറയുന്നത് 32 ബൈറ്റ് ഓഫ് റാം രജിസ്റ്റർ ബാങ്ക് ആണ്. 4 രജിസ്റ്റർ ബാങ്ക് ഉണ്ട്. ഓരോ രജിസ്റ്റർ ബാങ്കിന്റെ ഉള്ളിലും 8 രജിസ്റ്റേഴ്സ് വെച്ചിട്ടുണ്ട്. അടുത്തത് 16 ബൈറ്റ് ബിറ്റ് അഡ്രസ്സബിൾ ആയിട്ടുള്ള ഏരിയ ഉണ്ട്. ഇനി അടുത്ത മൂന്നാമത്തെ ഭാഗം എന്ന് പറയുന്നത് എന്താണ്? ജനറൽ പർപ്പസ് ഏരിയ സ്ക്രാച്ച് പാഡ് റാം എന്നുള്ള ഭാഗമാണ്. അത് 30H തൊട്ട് 7FH വരെയുള്ള ഈ ഒരു ഏരിയ ആണ് നമ്മുടെ 80 ബൈറ്റ് ഓഫ് റാം. എന്തിനു വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നു? ജനറൽ പർപ്പസ് സ്ക്രാച്ച് പാഡ് റാം ആയിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. സോ 80 ബൈറ്റ് ഓഫ് റാം ഫ്രം 30H to 7FH ഹോൾഡ്സ് ജനറൽ പർപ്പസ് ഏരിയ ഇൻ ഇന്റേണൽ റാം ഓഫ് 8051 മൈക്രോ കൺട്രോളർ. ഇത് നമ്മൾ സാധാരണ ജനറൽ പർപ്പസ് ഓപ്പറേഷൻസിന് വേണ്ടിയിട്ട് വർക്ക് ചെയ്യാനൊക്കെ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു പാർട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇറ്റ് ക്യാൻ ബി യൂസ് ഫോർ ജനറൽ പർപ്പസ് ഓപ്പറേഷൻസ്. ഈ ജനറൽ പർപ്പസ് സ്ക്രാച്ച് പാഡ് റാമിൽ നമുക്ക് എന്തൊക്കെ യൂസ് ചെയ്യാം? നമ്മുടെ പ്രോഗ്രാമിൽ പെട്ടെന്ന് നമുക്ക് സ്റ്റാക്ക് യൂസ് ചെയ്യേണ്ടി വരികയാണെങ്കിൽ പുഷ് ആൻഡ് പോപ്പ് ഇൻസ്ട്രക്ഷൻ വെച്ചിട്ട് സ്റ്റോർ ചെയ്യേണ്ട ഡാറ്റ, സ്റ്റാക്കായിട്ട് സ്റ്റോർ ചെയ്യേണ്ട ഡാറ്റ ഈ ഭാഗത്ത് നമുക്ക് സ്റ്റോർ ചെയ്യാൻ സാധിക്കും. അതുപോലെ തന്നെ പ്രോഗ്രാമിൽ ഒരു സബ് റൂട്ടീൻ എഴുതിയിട്ട് നമുക്കൊരു കോൾ വെച്ചിട്ട് നമുക്ക് എന്തെങ്കിലും ഒരു ഡിലേ വിളിക്കുക, അങ്ങനെ ആ ഒരു പ്രോഗ്രാം അതൊക്കെ നമുക്ക് ഇവിടെ സ്റ്റോർ ചെയ്ത് വെക്കാൻ സാധിക്കും. ഒരു കോൾ സബ് റൂട്ടീൻ യൂസ് ചെയ്യാൻ പാകത്തിനൊക്കെ നമുക്ക് ഈ ഒരു സ്ക്രാച്ച് പാഡ് റാമിൻ്റെ ആ ഒരു ഏരിയയിൽ നമുക്ക് യൂസ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഇൻ ടോട്ടൽ ഇന്റേണൽ റാം ഓഫ് 8051 മൈക്രോ കൺട്രോളർ എന്ന് പറയുന്നത് ടോട്ടൽ സൈസ് എന്ന് പറയുന്നത് എത്രയാണ്? 128 ബൈറ്റ് ആണ്. 128 ബൈറ്റ് ആണ്. ഇതിന്റെ ഈ 128 ബൈറ്റിനെ 3 ആയിട്ട് നമ്മൾ ഡിവൈഡ് ചെയ്യേണ്ടത് രജിസ്റ്റർ ബാങ്ക് റീജിയൻ, ബിറ്റ് അഡ്രസ്സബിൾ റീജിയൻ ആൻഡ് ജനറൽ പർപ്പസ് റീജിയൻ. ഇതിന്റെ 3ന്റെ എക്സ്പ്ലനേഷൻ കൂടി മുഴുവനായിട്ട് എഴുതിയാലാണ് ഇതിന്റെ എക്സ്പ്ലനേഷൻ കംപ്ലീറ്റ് ആവുന്നത്.